പെരിങ്ങോട് എന്ന അഗാധമായ പുഴയുടെ കുറുകെ കിടക്കുന്ന ചെറുഗ്രാമത്തിൽ കാറ്റടിക്കുമ്പോൾ കിളികൾക്ക് പോലും പാടാൻ തോന്നുന്ന ശാന്തതയുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു, കള്ളൂരിന്റെ തീരം. അവിടെയായിരുന്നു ആദിത്യൻ ജീവിച്ചിരുന്നതും അവന്റെ ജീവിതത്തിലേക്ക് സ്നേഹമെന്ന ആനന്ദമായ കാറ്റടിച്ചു വന്നത്. അവളെ ആദിത്യൻ ആദ്യമായി കണ്ടത് പഴയ കള്ളൂരപ്പുറത്തെ പൂവൻ മാങ്കൊമ്പിലെ ചുവപ്പ് തൊപ്പിയോടെ നിന്ന് പുഴക്കരയിലെ ജലത്തുണ്ടുകളെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു. മഞ്ഞളെന്ന നിറമുള്ള സൽവാറിൽ കാറ്റിൽ നനയുന്ന ചുടിയിൽ അവളെ കാണുമ്പോൾ ആദിത്യന്റെ മനസ്സ് മുഴുവൻ കാറ്റായി മാറുകയായിരുന്നു. ആരു ആ പെൺകുട്ടി? ആദിത്യൻ അവന്റെ അടുത്ത സുഹൃത്തായ മാധവനോട് ചോദിച്ചു. അത് ശ്രീലക്ഷ്മിയല്ലേ? പുത്തൻ വീട്. കൊച്ചി മുതൽ ഇവിടേക്ക് വന്നതാണ്. അവളുടെ അച്ഛൻ കുറെ വർഷങ്ങൾക്കു ശേഷം നാട്ടിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. ആ നിമിഷം മുതലാണ് ആദിത്യൻ അനാഥമെന്ന പോലെ അവളെ കാണാത്ത ഓരോ നിമിഷവും ഒഴിഞ്ഞുപോകുന്നത് പോലെ തോന്നാൻ തുടങ്ങിയത്. പ്രണയം അത്രമേൽ ശക്തമായത്. സ്നേഹത്തിന്റെ തുടക്കം നാളുകളായി. പുഴക്കരയിലെ ആ സന്ധ്യാകാലങ്ങളിലായി അവളെ കാണുന്നതിനായി ആദിത്യൻ പ്രതീക്ഷയോടെ നടക്കാറായി. അപ്രത്യക്ഷമായ ഒരു ആഹ്വാനം പോലെ. പകൽ കഴിയുമ്പോൾ രാത്രിയിൽ അവളെ ഓർക്കുന്ന സ്വപ്നം മാത്രം അവനുള്ള ആശ്വാസം. ഒരു ദിവസം പുഴക്കരയിൽ കാൽ തെന്നിപ്പോയ ശ്രീലക്ഷ്മിയെ കൈകൊണ്ട് പിടിച്ചു നിർത്തിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ആദ്യമായി അവനെ അവൾ കണ്ടു. അന്നൊരാശ്വാസമുണ്ട്. അവളുടെ ഒരു ചിരി, ആ ചെറുചിരിയിലെ ഒളിയിരിപ്പുകൾ, അതെ അവളും കുറച്ചു കാണുന്നു, ഒളിച്ചോട്ടങ്ങളായെങ്കിലും. അന്നുമുതൽ കുറേ ദിനങ്ങൾ അവർ പരസ്പരം സംസാരിക്കാതെ കാഴ്ചകളിലൂടെ ജീവിതം ചാരുതി വയ്ക്കുകയായിരുന്നു. അംഗീകരണവും പ്രതിസന്ധിയും. പെരിങ്ങോട് ഉത്സവ ദിവസമായിരുന്നു. ജനങ്ങൾ മുഴുവനായി ഓണപ്പന്തലിൽ ചേർന്നിരുന്നപ്പോൾ ആദിത്യൻ അവളെ ഒറ്റയ്ക്ക് കണ്ടു. ശ്രീ, നിനക്കറിയാമായിരിക്കും, ഞാൻ എന്നെ കണ്ടിട്ട് നീയൊരുപാട് മാറ്റിയതാണെന്ന്. അവൾ നോക്കി നിന്നു. അയാളുടെ മുഖത്ത് കാഴ്ച പകർത്തി. ആദ്യമായി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് എന്റെ മനസ്സിലേക്കു നോക്കുന്നുവെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ആര്യമായി തുടങ്ങി ഒരു ആഴക്കാഴ്ചയായ ആ ബന്ധം. കുറെ കാലങ്ങളായി അച്ഛന്റെ കടുപ്പവും അമ്മയുടെ സ്വപ്നങ്ങളും ഏറ്റുവാങ്ങി ജീവിച്ച ശ്രീലക്ഷ്മിക്ക് ആദിത്യൻ ഒരു ആശ്വാസമാകും എന്നത് തീർച്ചയായിരുന്നു. പക്ഷേ എല്ലായിടത്തും പ്രകാശം പോലെ ആ സ്നേഹം പൊക്കാറില്ല. ഇടയ്ക്ക് മേഘങ്ങൾ വരും. അവളുടെ അച്ഛൻ ആ ബന്ധം അംഗീകരിച്ചില്ല. സാധ്യമായല്ല. നീ ഒരു ഡോക്ടറാവണം. അവൻ കർഷകനാണ്. അവിടെ എന്താണ് ഭാവി? അദ്ദേഹം ചോദിച്ചു. വിച്ഛേദവും വാഗ്ദാനവും. ശ്രീലക്ഷ്മി ഒരു ദിവസം ആദിത്യനെ വിളിച്ചു. നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. ആദിത്യൻ നിശബ്ദനായി നിന്നു, അവളുടെ മുഖം പോലും നോക്കാൻ കഴിയാതെ. പക്ഷേ അവൾ കൈ പിടിച്ചു പറഞ്ഞു. നിനക്കായുള്ള എന്റെ സ്നേഹം ഒരിക്കലും മാറില്ല. നീ പറഞ്ഞില്ലേ നമ്മൾ ഒന്നായിക്കാണുമെന്ന്. അവകാശപ്പെടാൻ പോലും അർഹമല്ലാത്തതുപോലെ തോന്നുന്നു, ആദിത്യൻ ഉരുകിയവണ്ണം പറഞ്ഞു. അവൾ നന്നായി നോക്കി പറഞ്ഞു. ഒരു ദിവസം നമ്മൾ കണ്ടുമുട്ടും. അന്ന് ഞങ്ങൾ പറയാതെ പോയതെല്ലാം നമുക്ക് പറയാം. 4 വർഷങ്ങൾക്ക് ശേഷം അന്നവസാനമായാണ് അവർ കണ്ടത്. പിന്നെ 4 വർഷം കഴിഞ്ഞു. കള്ളൂരപ്പുഴയുടെ തീരത്ത് വീണ്ടും കുറെ ആളുകൾ ഒരുമിച്ച് നിന്നു. ഗ്രാമത്തിൽ പുതിയ ആശുപത്രി ഒരുങ്ങിയത് ആഹ്ലാദമായി ആഘോഷിക്കുകയായിരുന്നു. ആദ്യ ദിനം തന്നെ പുതിയ ഡോക്ടർ വന്നെത്തി. ചെരുപ്പ് കളയുമ്പോൾ ആദിത്യൻ അവളെ തിരിച്ചറിഞ്ഞു. ശ്രീ, അവൾ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ ചൂണ്ടിയ പോലെ വീണ്ടും ആ ബന്ധം ഉടലെടുത്തു. നീ പറഞ്ഞില്ലേ നമ്മൾ കണ്ടുമുട്ടുമെന്നും. ആദിത്യൻ ചിരിച്ചു. ഇനി ഒന്നും പറയാതെ പോകരുത്. ഈ ജീവിതം മുഴുവനും ഞാൻ നിന്നോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആദിത്യൻ പറഞ്ഞു. അവൾ നീങ്ങി വന്നു, കൈ പിടിച്ചു. ഇനി ഒന്നും പറയണ്ട. മനസ്സിന്റെ ഭാഷ നമുക്ക് പരിചിതം. അവസാനം കള്ളൂരപ്പുഴയും കാറ്റും അവരുടെ സ്നേഹത്തിനായി വീണ്ടും പാടാൻ തുടങ്ങി. കാലവും ജീവിതവും സ്നേഹത്തിന് വഴിയൊരുക്കിയപ്പോൾ പറഞ്ഞില്ലായ്മകളായിരുന്ന പ്രണയം തീർച്ചയായ വാഗ്ദാനമായി മാറി. പെരിങ്ങോട് എന്ന അഗാധമായ പുഴയുടെ കുറുകെ കിടക്കുന്ന ചെറുഗ്രാമത്തിൽ കാറ്റടിക്കുമ്പോൾ കിളികൾക്ക് പോലും പാടാൻ തോന്നുന്ന ശാന്തതയുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു, കള്ളൂരിന്റെ തീരം. അവിടെയായിരുന്നു ആദിത്യൻ ജീവിച്ചിരുന്നതും അവന്റെ ജീവിതത്തിലേക്ക് സ്നേഹമെന്ന ആനന്ദമായ കാറ്റടിച്ചു വന്നത്. ആദിത്യൻ ആദ്യമായി കണ്ടത് പഴയ കള്ളൂരപ്പുറത്തെ പൂവൻ മാങ്കൊമ്പിലെ ചുവപ്പ് തൊപ്പിയോടെ നിന്ന് പുഴക്കരയിലെ ജലത്തുണ്ടുകളെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു. മഞ്ഞളെന്ന നിറമുള്ള സൽവാറിൽ കാറ്റിൽ നനയുന്ന ചുടിയിൽ അവളെ കാണുമ്പോൾ ആദിത്യന്റെ മനസ്സ് മുഴുവൻ കാറ്റായി മാറുകയായിരുന്നു. ആരു ആ പെൺകുട്ടി? ആദിത്യൻ അവന്റെ അടുത്ത സുഹൃത്തായ മാധവനോട് ചോദിച്ചു. അത് ശ്രീലക്ഷ്മിയല്ലേ? പുത്തൻ വീട്.